Hi all, welcome to today's video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് IELTS സ്പീക്കിംഗ് ടിപ്സ് ആണ്. ആദ്യത്തേത്, സ്പീക്ക് സം ഇംഗ്ലീഷ് എവറി സിംഗിൾ ഡേ ടിൽ ദ ഡേ ഓഫ് യുവർ ടെസ്റ്റ്. IELTS സ്പീക്കിംഗ് ടെസ്റ്റിൽ 3 പാർട്ടുകളാണുള്ളത്. അതിൽ ഓരോന്നും ഫോക്കസ് ചെയ്ത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാം ഡേറ്റ് അടുക്കുന്നത് വരെയെങ്കിലും നേറ്റീവ് ലാംഗ്വേജിൽ സംസാരിക്കാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ സംസാരിച്ചാൽ കൺസിസ്റ്റൻ്റ്ലി നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ വോയിസ് റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ട്രെയിനറിൻ്റെയോ ഒരു ഫ്രണ്ടിൻ്റെയോ ഹെൽപ്പോട് കൂടി നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു എക്സ്പേർട്ട് ട്രെയിനറിൻ്റെ കീഴിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് പിൻ പോയിൻറ്റ് ചെയ്യാനും എന്തെങ്കിലും ഇൻസൈറ്റുകൾ കൂടുതൽ ലഭിക്കുവാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദ സെക്കൻഡ് വൺ ഈസ് ആസ്ക് ദി എക്സാമിനർ ക്വസ്റ്റ്യൻസ് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. IELTS സ്പീക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ 2 പേർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ്. ഇനി ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിലും വി കൻ ആസ്ക് ദം ടു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. However, you can't ask the examiner to explain the whole sentence. The third one is do an English warm-up. ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു സ്പോർട്ടിംഗ് ഇവൻറ്റിന് പോകുന്നതിന് മുന്നേ വാം-അപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരു IELTS കാൻഡിഡേറ്റും എക്സാമിന് പോകുന്നതിന് മുന്നേ 10 to 15 മിനിറ്റ്സ് എങ്കിലും ഒരു വാം-അപ്പ് ചെയ്യേണ്ടതാണ്. ഇതിലൂടെ അവരുടെ എക്സാം നല്ലതുപോലെ പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് so you should speak, read, write and listen to English before your test day. So ഇതിലൂടെ നമ്മുടെ IELTS സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. The fourth point is give full answers. IELTS സ്പീക്കിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് പലപ്പോഴും yes or no ക്വസ്റ്റ്യൻസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യാറുണ്ട് അല്ലേ? എങ്ങനെ ഈ ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. yes or no ക്വസ്റ്റ്യൻസിന് yes അല്ലെങ്കിൽ no എന്ന് മാത്രം മറുപടി കൊടുക്കാതെ try to explain with examples. എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിളിലൂടെ നമ്മളുടെ ആൻസർ പറയാൻ ശ്രമിക്കുക. ഇതിലൂടെ നമ്മുടെ എക്സാമിനറിന് മനസ്സിലാകും എത്രത്തോളം ഒരു ഐഡിയയെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കറക്റ്റ് യുവർ മിസ്റ്റേക്സ്. പലപ്പോഴും ഒരു കോൺവെർസേഷൻ ഇടയിൽ നമുക്ക് മിസ്റ്റേക്സ് വരാറുണ്ട് അല്ലേ? എസ്പെഷ്യലി വെൻ യു ആർ നെർവസ് അബൌട്ട് എ ടെസ്റ്റ്. അതുകൊണ്ട് മിസ്റ്റേക്സ് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ്. അതിലൂടെ നമ്മുടെ എക്സാമിനറിന് മനസ്സിലാകും എത്രത്തോളം ഗ്രാമറിലും വൊക്കാബുലറിയിലും നമുക്ക് നോളേജ് ഉണ്ടെന്ന്. ആൻഡ് വെൻ യു മേക്ക് സ്മോൾ മിസ്റ്റേക്സ് സേ സോറി ആൻഡ് ദെൻ റിപ്പീറ്റ് ദ സെൻറ്റൻസ് കറക്റ്റ്ലി. സോ ഈ 5 പോയിൻറ്റ്സും നിങ്ങളുടെ IELTS സ്പീക്കിംഗ് ടെസ്റ്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.